ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോംസിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ പാർഷ്യൽ ഫ്രാക്ഷൻസ് വെച്ച് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള പ്രോബ്ലംസ് അല്ല. എന്നുവെച്ചാൽ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത കേസിൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും ഡിനോമിനേറ്ററിനെ റാഷണൽ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുന്ന കേസിലാണ്. ഓക്കെ, നമുക്ക് ഒരു ഡിനോമിനേറ്ററിനെ റാഷണൽ ഫാക്ടേഴ്സിലേക്ക് ഫാക്ടറൈസ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ. ഓക്കെ, ഇവിടെ ഈ ഒരു ഡിനോമിനേറ്റർ നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെ നമുക്ക് റാഷണൽ ഫാക്ടേഴ്സിൻ്റെ റാഷണൽ ഫാക്ടേഴ്സിൻ്റെ റൂട്ട്സ് കിട്ടില്ല. അങ്ങനെയുള്ള കേസസിൽ നമുക്ക് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ റൂട്ട്. അങ്ങനെ മെത്തേഡ് പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 4s പ്ലസ് 20, 6s മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4s പ്ലസ് 20 എന്ന് പറയുന്ന പ്രോബ്ലത്തിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യുക. ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിനെ റാഷണൽ ഫാക്ടേഴ്സ് ആക്കി മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 4s പ്ലസ് 20 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിനെ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്താം. എസ് സ്ക്വയർ മൈനസ് 4s, നമുക്ക് എന്താ ചെയ്യണം സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ? 4 എന്ന് പറയുന്ന നമ്പറിൻ്റെ, അതായത് എസിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫ് സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യാൻ വേണം, സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണം അല്ലേ. അപ്പോൾ നമ്മളിവിടെ 4ൻ്റെ പകുതി 2 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ പ്ലസ് 20. പിന്നെ ഇത്രയും ടേം എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ കിടക്കുന്നത്. ഇവിടെ എ പ്ലസ് ബി അല്ല, ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് സൈൻ ആണ്. സോ ഇവിടെ എന്ത് വരും? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ. എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ പ്ലസ് 20 ക്യാൻ ബി റിട്ടൺ ആസ് എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 20 മൈനസ് 4 ദാറ്റ് ഈസ് 60. ഓക്കെ, ഈ ഫോമിലേക്കായിട്ട് മാറി. അപ്പോൾ നമ്മളെ പ്രോബ്ലം എന്തായിട്ട് മാറി? 6s മൈനസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 4s പ്ലസ് 20 can be written as 6s minus 4 divided by, ഇതിന് നമുക്ക് ഈ ഒരു ഡിനോമിനേറ്ററിനെ നമുക്ക് s minus 2 the whole square plus 16 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ പക്ഷേ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫോമിലേക്കൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ താഴെ s minus 2 എന്ന് പറയുന്ന വേരിയബിൾ ആണുള്ളത്. ഓക്കെ, പക്ഷേ മുകളിൽ s മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എസ് മൈനസ് 2 എന്ന് പറയുന്ന വേരിയബിൾ, ഈ എസിനെ നമുക്ക് എസ് മൈനസ് 2 ആയിട്ട് റീപ്ലേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക, സബ്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള ടേംസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 6 ഇൻറ്റു എസിന് പകരം ഞാൻ എസ് മൈനസ് 2 ആക്കി. അപ്പോൾ ഞാനിവിടെ അഡീഷണൽ ആയിട്ട് ഒരു 6 ഇൻറ്റു മൈനസ് 2 അതാണല്ലോ ഞാനിവിടെ ആഡ് ചെയ്തത്. അതായത് അതിനെ ഞാനിവിടെ ഞാനതിനെ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഞാനിവിടെ ആഡ് ചെയ്തു, മൈനസ് 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 60. അപ്പോൾ നമുക്കിത് 6 ഇൻറ്റു എസ് മൈനസ് 2 പ്ലസ് 8 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 16 ആയിട്ട്. ഓക്കെ, നമുക്കിതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിൽ 6 ഇൻറ്റു എസ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 16 പ്ലസ് 8 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 16. ഓക്കെ, നമുക്കിനി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇനി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്, എൽ ഇൻവേഴ്സ് ഓഫ് 6s മൈനസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 4s പ്ലസ് 20. ഓക്കെ, ഇസ് ഈക്വൽ ടു, ഇതിനെ ഞാൻ എൽ ഇൻവേഴ്സ് ഓഫ്, അതായത് ഈ ഫംഗ്ഷൻ ഇതിനോട് ഈക്വലൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ എൽ ഇൻവേഴ്സ് ഓഫ് 6 ഇൻറ്റു എസ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 16 പ്ലസ് 8 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 16. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലീനിയാരിറ്റി അപ്ലൈ ചെയ്യാം. ലീനിയാരിറ്റി എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 16 പ്ലസ് 8 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 16. ഓക്കെ, നമ്മൾ ഈ ഫംഗ്ഷൻ എന്തായിട്ട് കാണണം?
നമ്മൾ ആദ്യം എസ്സുമായിട്ട് കാണാം. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? S-2 എന്ന് പറയുന്നതിന് പകരം എസ് ആയിരുന്നെങ്കിൽ ഇതെങ്ങനെയായിരുന്നു? എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 16 ആയിരുന്നു അല്ലേ? അപ്പോൾ 16 നമുക്ക് 4 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അത് ഏതിൻ്റെയാണ്? കോസിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ S-2 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ടേംസിനെ നമ്മൾ എന്ത് ചെയ്യണം? e⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 6 ഇൻറ്റു e⁻² എടുത്തു. ഇനി ബാക്കിയുള്ളത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 16 അല്ലേ? അപ്പോൾ നമുക്ക് കോസ്, ഇവിടെ നമുക്ക് ഈ 16 നമുക്ക് 4 സ്ക്വയർ എന്ന് കൊടുക്കാം. പിന്നെ എന്തായി പോയി? കോസ് 40 പ്ലസ് 8 ഇൻറ്റു ഇത് ഏത് ടേമിലാണുള്ളത്? 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞ ടേമിലാണ്. സോ അതെന്താണ്? സൈൻ 40 ആണ്, പക്ഷേ S-2 ഉണ്ട്. അതുകൊണ്ട് e⁻80 അല്ലെങ്കിൽ e⁻²t പ്രസൻസ് ഉണ്ട്. 8 ഇൻറ്റു e⁻²t ഇൻറ്റു സൈൻ 40. ദിസ് ഇസ് ദ ആൻസർ. വേണമെങ്കിൽ e⁻²t മൾട്ടിപ്ലൈ ഔട്ട്സൈഡ് എടുത്തൊക്കെ എഴുതാം. ഇന്ന് ആവശ്യമില്ല. ഇതാണ് ആൻസർ. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. 5th one. S² divided by S-2 the whole cube. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനെ S-2 the whole cube ആണ്. അപ്പം S² divided by S-2 the whole cube. നമുക്ക് ലീനിയർ ഫ്രാക്ഷൻസ് വെച്ച് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ വേറൊരു മെത്തേഡ് പറയാം നമുക്കിവിടെ. S-2 the whole cube ഇതിന് നമുക്ക് മുകളിൽ എന്താണ്? എസ് ആണ്, താഴെ S-2 the whole cube അല്ലേ? അപ്പോൾ ഈ ടേമിനെ നമ്മൾ എന്താക്കി മാറ്റണം? S-2 ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. അതായത് ഞാനിവിടെ S² ഞാൻ S-2 the whole square എന്നിട്ടു. അപ്പോൾ ഇവിടെ എന്ത് വന്നു? അഡീഷണലി ഞാൻ ഇവിടെ ആഡ് ചെയ്ത സാധനങ്ങൾ ഇവിടെയൊക്കെ സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ S-2 the whole square ആഡ് ചെയ്യുന്നത് ഇതാണ്. S-2 the whole square എന്ന് പറഞ്ഞാൽ S² മൈനസ് 4s പ്ലസ് 4 ആണ്. ഈ ടേംസ് ഞാൻ അധികമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തതാണ്. സോ ഇതിനെ ഞാൻ സബ്ട്രാക്ട് ചെയ്തു, ഇതിനെ ഞാൻ ആഡ് ചെയ്തു. അപ്പം ഓപ്പോസിറ്റ് എന്താണോ ഓപ്പറേഷൻ അത് ചെയ്യാം. ഇവിടെ 4s, ഇവിടെ മൈനസ് 4. ഓക്കെ, ഇനി ഇവിടെ ഒരു എസിൻ്റെ പ്രസൻസ് വന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? S-2 ആവണം. അതിന് വേണ്ടിയിട്ട് S-2 the whole square പ്ലസ് 4 ഇൻറ്റു ഇവിടെ S-2 ചെയ്തു. അപ്പം 4 ഇൻറ്റു -2 വന്നു അല്ലേ? അപ്പോൾ -8 ഞാനിവിടെ ആഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ +8 കൊടുക്കാം. -4 ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് S-2 the whole square പ്ലസ് 4 ഇൻറ്റു S-2 പ്ലസ് 8 - 4 എന്ന് പറഞ്ഞാൽ +4. ഓക്കെ, അപ്പോൾ നമ്മളുടെ S² എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു S-2 ടേംസിലുള്ളൊരു ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് S² ഡിവൈഡഡ് ബൈ S-2 the whole cube എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷൻ S² പകരം ഇത് റീപ്ലേസ് ചെയ്യാമല്ലോ. നമുക്ക് S-2 the whole square പ്ലസ് 4 ഇൻറ്റു S-2 പ്ലസ് 4 ഡിവൈഡഡ് ബൈ S-2 the whole cube എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് നമുക്കിതിനെ ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് പോയാൽ 1 ബൈ S-2 പ്ലസ് 4 ഡിവൈഡഡ് ബൈ S-2 the whole square പ്ലസ് 4 ഡിവൈഡഡ് ബൈ S-2 the whole cube എന്ന് കിട്ടും. ഓക്കെ, ഇതിന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിനെ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ലീനിയർ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. റിപ്പീറ്റഡ് ലീനിയർ റൂട്ടല്ലേ വരുന്നത്, അത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്രാക്ഷനാണ് കിട്ടുക. ഓക്കെ, ഒരു മെത്തേഡും കൂടെ പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ഏതോ അത് ഫോളോ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? L ഇൻവേഴ്സ് ഓഫ് S² ഡിവൈഡഡ് ബൈ S-2 the whole cube. ഞാൻ നേരിട്ട് എഴുതാണ്. L ഇൻവേഴ്സ് ഓഫ് 1 ബൈ S-2 പ്ലസ് 4 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1 ബൈ S-2 the whole square പ്ലസ് 4 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1 ബൈ S-2 the whole cube. ഓക്കെ, ഇവിടെ നമുക്ക് 1 ബൈ S-2യുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് e⁻²t പ്ലസ് 4 ഇൻറ്റു ഇവിടെ നമുക്ക് 1 ബൈ S-2 ആണ്. സോ e⁻²t ഇൻറ്റു പിന്നെ 1 ബൈ S² വേണം. 1 ബൈ S² എന്താണ്? t പ്ലസ് ഇവിടെ അഗെയിൻ 4 ഇൻറ്റു e⁻²t വരും. അതുപോലെ 1 ബൈ S³ എന്താണ്? t² ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. വേണമെങ്കിൽ ഒന്ന് എന്താണ് നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് എഴുതി വെക്കാം. അപ്പോൾ e⁻²t പ്ലസ് 4
ടി ഇ റേസ് ടു 2t പ്ലസ് 2 ഫാക്ടോറിയലും 4ഉം കട്ട് ചെയ്ത് പോയ 2 ഇ റേസ് ടു 2t t സ്ക്വയർ. ദിസ് ഇസ് ദ ആൻസർ. Okay, sixth problem. Find the inverse Laplace transform of s square plus 2s plus 3 divided by s square plus 2s plus 2 into s square plus 2s plus 5. Okay, ഇവിടെ നമുക്ക് ഇതൊരു ക്വാഡ്രാറ്റിക് ഫാക്ടറാണ്, ഇതൊരു ക്വാഡ്രാറ്റിക് ഫാക്ടറാണ്. ഈ രണ്ട് ക്വാഡ്രാറ്റിക് ഫാക്ടറിനെയും ഇനി ഒരു ലീനിയർ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിൻ്റെ റൂട്ട്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ഇതിൻ്റെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5നെ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതൊരു ഫാക്ടർ എന്ന നിലയിൽ നമുക്ക് a ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 പ്ലസ് b ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് എയും ബിയും എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? multiplied throughout by s square plus 2s plus 5 into s square plus 2s plus 5. Sorry, 2 1. Okay, ഇനി നമുക്ക് എന്താ കിട്ടാം? നമുക്ക് കിട്ടുന്നത് s square plus 2s plus 3 equal to a into s square plus 2s plus 5 plus b into s square plus 2s plus 2. ഓക്കെ, ഇനി നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. അതിനായിട്ട് എന്ത് ചെയ്താൽ മതി? കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ആദ്യം നമുക്ക് എസ് സ്ക്വയർ ചെയ്യാം, കാരണം അതാണ് ഹയസ്റ്റ് ഡിഗ്രി. സോ നമുക്ക് എന്ത് കിട്ടും? ഹിയർ 1 ഈക്വൽ ടു ഇവിടെ a ഇൻറ്റു എസ് സ്ക്വയർ എന്ന് വരും, ദാറ്റ് ഈസ് a പ്ലസ് ഇവിടെ b ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് b. ഇതൊരു ഇക്വേഷൻ. ഇനി നമുക്ക് കോൺസ്റ്റന്റ് ടേംസിനെയും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ് ടേംസിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഈക്വൽ ടു ഇവിടെ നമുക്ക് 5a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടേം വരും, 5a പ്ലസ് ഇവിടെ നമുക്ക് 2b. This is the equation number 2. Solve 1 and 2. ഇവിടെ നമുക്ക് കിട്ടുന്നത് 5 ഈക്വൽ ടു 5a പ്ലസ് 5b. അതായത് ഒന്നാമത്തെ ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാലോ, സാധാരണ നിങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്യുന്നതുപോലെ തന്നെ രണ്ട് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യും. 3b മൈനസ് ചെയ്യാം, which is equal to 5 minus 3 2. നമുക്കിവിടെ b equal to 2 by 3 എന്ന് കിട്ടും. b equal to 2 by 3. നമുക്ക് ഉള്ളൊരു ഇക്വേഷൻ എന്തായിരുന്നു? a plus b equal to 1 അല്ലേ? a plus b equal to 1. ഇതിൽ b equal to 2 by 3 കൊടുക്കാം. അപ്പോൾ നമുക്ക് a equal to 1 minus b, that is 1 minus 2 by 3. 3 minus 2 1 by 3. നമുക്ക് എന്ത് കിട്ടി? a equal to 1 by 3. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. അതായത് നമ്മളുടെ ഇക്വേഷൻ എന്തായിട്ട് മാറിയപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5. ഇത് നമുക്ക് 1 by 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 പ്ലസ് 2 by 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് ഇവിടെ നമ്മൾ അത് മാറിപ്പോകരുത്. നമ്മൾ എടുത്തിരിക്കുന്ന ആദ്യം 7 താഴെ പ്ലസ് 2 വരുന്ന ഫാക്ടറാണ്. സോ അത് അങ്ങനെ തന്നെ എഴുതണം. പ്ലസ് 2 ഇവിടെ പ്ലസ് 5. ഓക്കെ, ഇനി നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടേമിൻ്റെ നമുക്കറിയില്ല. നമ്മൾ പറഞ്ഞു ഈ ഒരു ടേമിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനും പറ്റുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം. 1 by 3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസ് സ്ക്വയർ പ്ലസ് 2s, ഇതിൻ്റെ ഹാഫ് 2ൻ്റെ ഹാഫ് 1 പ്ലസ് 1 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ പ്ലസ് 2.
ഓക്കെ, പ്ലസ് ഇവിടെ നമുക്ക് 2/3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 പകുതി 1 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ പ്ലസ് 5. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് 1/3 ഇൻറ്റു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത്രയും ടേമിനെ നമ്മൾ എസിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്, സൈൻ പ്ലസ് ആണ്, സോ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 പ്ലസ് 2 ദാറ്റ് ഈസ് പ്ലസ് 1 പ്ലസ് 2/3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഇവിടെ അതെ ഈ ടേമിനെ നമ്മൾ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് മൈനസ് 1 സ്ക്വയർ പ്ലസ് 5 വരും, 5 മൈനസ് 1 ദാറ്റ് ഈസ് 4. അതായത് നമുക്ക് കിട്ടുന്നത് 1/3 ഇൻറ്റു 1 എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 നമുക്ക് 1 സ്ക്വയർ എന്ന് കൊടുക്കാം. ഇതിന് 2/3 ഇൻറ്റു 1 എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് കൊടുക്കാം. ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സൈൻ ടി പ്ലസ് 2/3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സൈൻ 2t ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്കിവിടെ ഒന്നുകൂടെ നന്നായിട്ട് എഴുതാം. 1/3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സൈൻ ടി പ്ലസ് 1/3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സൈൻ 2t. ദിസ് ഇസ് ദ ആൻസർ. വേണമെങ്കിൽ നിങ്ങൾക്ക് 1/3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടീനെ ഔട്ട്സൈഡ് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 2-3 പ്രോബ്ലംസും കൂടെ പറയാനുണ്ട്. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് പറയുന്നതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി നിങ്ങൾക്ക് കൺവല്യൂഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ നിങ്ങൾ പഠിക്കും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടും ഈ ഒരു പ്രോബ്ലം, അതായത് പ്രോഡക്റ്റ് ഫംഗ്ഷൻ വരുന്നതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അവിടെ പഠിക്കുന്നുണ്ട്. സോ നമുക്കിവിടെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ളതൊന്ന് നോക്കാം. നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൽ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, അതായത് ഇതിപ്പോൾ എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് അറിയുന്നതിൻ്റെ ഫോമുലൊന്നും അല്ല കിടക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. പക്ഷേ നമ്മൾ പ്രോഡക്റ്റിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയാണ്, 2 ഫംഗ്ഷൻ പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമ്മളിതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വേറൊരു രീതിയിൽ ഫോർവേഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇവിടെ നമുക്കറിയുന്ന ഒരു കാര്യം, ഇതിപ്പം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കോസുമായിട്ടാണ്. സോ നമുക്ക് എന്തറിയാം, എൽ ഓഫ് കോസ് ഒമേഗ ടി എന്താണ്? എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണല്ലേ. ഇനി നിങ്ങൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു കോസ് ഒമേഗ ടി. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാം? അതായത് കോസ് ഒമേഗ ടിയുടെ കൂടെ ടി പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് എഫ് ഓഫ് എസിൻ്റെ ഡെറിവേറ്റീവിൻ്റെ മൈനസ് എടുക്കും അല്ലേ. അപ്പം നമ്മൾ മൈനസ് ഓഫ് ഡി ബൈ ഡി എസ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ നമ്മൾ കോഷ്യൻ റൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഇതൊന്നുകൂടി പറയുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഒരു മൈനസ് ഉണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്നത് എസ് സ്ക്വയർ മൈനസ് 2 എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. മൈനസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാവും. ഓക്കെ, അതായത് നമുക്കിപ്പോൾ കിട്ടിയത് ഇതെന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്? എൽ ഓഫ് ടി കോസ് ഒമേഗ ടി. അപ്പോൾ നമുക്കറിയാം ഇനി ഇൻവേഴ്സിൻ്റെ ടേംസിലേക്ക് ഇതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? നമുക്കിതിനെങ്ങനെ എഴുതിക്കൂടെ? എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ടി കോസ് ഒമേഗ ടി എന്ന് എഴുതാം. ഒന്നുകിൽ എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി.
ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്റ്റെപ്പും കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നെങ്കിൽ. ഓക്കെ, ഇനി നമ്മളുടെ പ്രോബ്ലം എന്താണ്? നമ്മളുടെ പ്രോബ്ലം L ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ടേം അറിയാം, ഈ ഒരു ടേംസിലുള്ള നമുക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഒന്ന് മാറ്റി എഴുതാണ്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനോടൊരു ഒമേഗ സ്ക്വയറിനെ ആഡ് ചെയ്യുന്നു, ഒമേഗ സ്ക്വയറിനെ സബ്സ്ട്രാക്ട് ചെയ്യും. ആദ്യം ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫംഗ്ഷനെ മാത്രമായിട്ട് നമുക്കൊന്ന് എടുത്തെഴുതാം. എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇതിനെ 2s സ്ക്വയർ എന്ന് എഴുതാം. അതായത് എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ, ഇവിടെ ഒരു 1/2 കൊടുത്തു. അപ്പം ഈക്വാലിറ്റിക്ക് മാറ്റം വന്നില്ലല്ലോ. എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ഒമേഗ സ്ക്വയറിനെ ആഡ് ചെയ്തു, ഒരു ഒമേഗ സ്ക്വയറിനെ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ഡിനോമിനേറ്ററിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. 1/2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇതിന് നമുക്ക് കിട്ടുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് വൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്കതിൽ കണ്ടുപിടിക്കാം. L inverse of s square divided by s square plus omega square the whole square, which is equal to L inverse of 1/2 into 1 by s square plus omega square plus s square minus omega square divided by s square plus omega square. Okay, ഇവിടെ the whole square കൂടി ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിനെയും നമുക്ക് ചെയ്യാം. ലീനിയാരിറ്റി അപ്ലൈ ചെയ്യാം ഫസ്റ്റ്. which is equal to 1/2 into L inverse of 1 by s square plus omega square plus 1/2 into L inverse of s square minus omega square divided by s square plus omega square the whole square. Okay, നമ്മളിവിടെ 1/2 into L inverse of 1 by s square plus omega square ലാപ്ലേസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്താണ്? 1 by omega sin omega t പ്ലസ് ഇവിടെ നമുക്ക് 1/2 ഇൻറ്റു. ഇനി നമ്മളിപ്പോൾ ഇത് ഓൾറെഡി നമ്മളിപ്പം പറഞ്ഞു വെച്ചു, അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച റിസൾട്ട്. അതായത് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെന്ത്? ടി കോസ് ഒമേഗ ടി എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്കിവിടെ ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 1/2 ഇൻറ്റു ടി കോസ് ഒമേഗ ടി. ഓക്കെ, ഇതാണ് നമ്മളുടെ ആൻസർ. എന്നാൽ നമുക്കൊന്നുകൂടെ നന്നായിട്ട് എഴുതാം. 1/2 നമുക്കൊരു ഒമേഗേനെ എൽസിയം എടുത്ത് അവസരം എടുക്കാം. അപ്പോൾ നമുക്ക് സൈൻ ഒമേഗ ടി പ്ലസ് ഒമേഗ ടി കോസ് ഒമേഗ ടി. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. അപ്പോൾ നമുക്ക് ഒരു മെത്തേഡും കൂടെ നമ്മളിനി പഠിക്കുന്നുണ്ട്. ആ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഈസി അത് ഫോളോ ചെയ്യാം. എക്സാം ഓറിയൻറ്റഡ് സ്റ്റഡി ആണെങ്കിൽ നമുക്കിത് എക്സാമിന് ആവശ്യം വരും. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ നോക്കാം. ഇനി നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എന്തുമായിട്ട് ലിങ്ക് ചെയ്തത്? അതായത് അവിടെയും ഡിനോമിനേറ്ററിൽ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ടേം വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ റിലേറ്റ് ചെയ്തത് കോസുമായിട്ടാണ്. ഇവിടെ നമുക്ക് തന്നെ സൈനുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വി നോ ദാറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ഒമേഗ ടി ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. Therefore, L of t sin omega t എന്താണ് വരിക? ടി സൈൻ ഒമേഗ ടി. സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവിൻ്റെ നെഗറ്റീവ് അല്ലേ? അപ്പോൾ മൈനസ് ഡി ബൈ ഡി എസ് ഓഫ്
ഒമേഗ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് മൈനസ് ഒമേഗ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ് ഇൻറ്റു 2s. ആൻസർ കിട്ടുന്നത് 2s ഒമേഗ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇപ്പം നമുക്കിവിടെ കിട്ടിയത് എൽ ഓഫ് ടി സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് എന്താണ്? 2 ഒമേഗ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, എൽ ഇൻവേഴ്സ് ഓഫ് 2s ഒമേഗ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ടി സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി നമുക്കിവിടെ ശരിക്കും ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ തന്നെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? 2 ഒമേഗേനെ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ടി സൈൻ ഒമേഗ ടി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ ടേം മാത്രമാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ഈ 2 ഒമേഗ കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്താൽ മതി. എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/2 ഒമേഗ ഇൻറ്റു ടി സൈൻ ഒമേഗ ടി. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. പ്രോബ്ലം നമ്പർ 9. ഇവിടെ അടുത്ത പ്രോബ്ലം പറയുന്നത് ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. നമുക്കിതെങ്ങനെയും ചെയ്യാൻ നോക്കാം. ഇനി ഇവിടെ ഇത് കൺവല്യൂഷൻ യൂസ് ചെയ്ത് ചെയ്യാം. നിങ്ങൾ ആ മെത്തേഡ് എത്തുമ്പം നിങ്ങൾക്ക് ഏതാണോ ഈസി അത് ഫോളോ ചെയ്യാം. നമുക്കിവിടെ വി നോ ദാറ്റ് എൽ ഓഫ് കോസ് ഒമേഗ ടി ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഒരു കാര്യം കൂടി ഉണ്ട്, എൽ ഓഫ് ടി കോസ് ഒമേഗ ടി. എന്താണെന്ന് നമുക്കറിയാലോ, എൽ ഓഫ് ടി കോസ് ഒമേഗ ടി നമ്മൾ ഓൾറെഡി മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തതാണ്. എൽ ഓഫ് കോസ് ഒമേഗ ടി ഈക്വൽ ടു നമ്മളിവിടെ ചെയ്യാം മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇവിടെ നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എസ് ഇൻറ്റു 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാവും. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതായത് നമുക്കിവിടെ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഇത് എൽ ഓഫ് ടി കോസ് ഒമേഗ ടി ആണ്. അപ്പോൾ ഇൻവേഴ്സ്, അതായത് ഇൻവേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുമ്പം എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ടി കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ തന്നെയാണ്. അപ്പം നമുക്ക് അതിന് ഈ ഒരു ടേംസിലോട്ട് നമുക്കൊന്ന് മാറ്റി എഴുതാൻ പറ്റുമോ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇപ്പോൾ ഇവിടെ ഒരു ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു 1/2 ഒമേഗ സ്ക്വയർ ചെയ്തു. അപ്പോൾ ഇത് ഈക്വാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി ഇവിടെ 1/2 ഒമേഗ സ്ക്വയർ ചെയ്തു. ഇവിടെ ഒരു എസ് സ്ക്വയർ ആഡ് ചെയ്തു പ്ലസ് ഒമേഗ സ്ക്വയർ. ഇവിടെ ഒരു മൈനസ് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ചെയ്തു ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് 1/2 ഒമേഗ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ. എന്തിനിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ളൊരു ടേമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കില്ലേ? കൺവല്യൂഷൻ മെത്തേഡ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തകളൊന്നും വരില്ല. 1/2 ഒമേഗ സ്ക്വയർ
ഇവിടെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സോ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. സോ ഇതിനൊന്ന് ക്യാൻസൽ ചെയ്തൊക്കെ പോകുമ്പം 1/2 ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് അറിയുന്ന ടേംസിലോട്ടായിട്ട് മാറിയില്ല. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇതിപ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് ഇതിനെയാണ് 1/s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയറിനെ നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാണ് ചെയ്തത്. സോ നമ്മളിതിനെ എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് വൺ കണ്ടുപിടിച്ചാൽ മതി. സോ ഞാനിത് ലീനിയാരിറ്റി നേരിട്ട് അപ്ലൈ ചെയ്ത് എഴുതാണ്. 1/2 ഒമേഗ സ്ക്വയർ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് 1/2 ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇവിടെ 1/s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ് ഇവിടെ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ടി കോസ് ഒമേഗ ടി ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ് ടി കോസ് ഒമേഗ ടി. വേണമെങ്കിൽ നമുക്ക് ഇതിനൊന്നും കൂടെ ഒരു LCM എടുത്തിട്ട് എഴുതാം. 1/2 ഒമേഗ ക്യൂബ്, ഒരു ഒമേഗേനെയും കൂടെ ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ നമുക്ക് സൈൻ ഒമേഗ ടി മൈനസ് ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് കിട്ടും. LCM എടുത്തൊന്നുകൂടെ എഴുതിയത്, വേറെ ഒന്നുമില്ല. 4 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് മൈനസ് 2s സ്ക്വയർ. നമുക്കിതിന് വേണമെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് ചെയ്യാം. പക്ഷേ നമ്മളൊരു മെത്തേഡും കൂടെ പരിചയപ്പെടുകയാണ്. അതായത് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, നമുക്കിതിനെ 4 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് മൈനസ് 2s സ്ക്വയർ ആണ് നമുക്ക് തന്ന പ്രോബ്ലം. അപ്പോൾ നമുക്കിതിന് ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്കിതിനെ 4 ഡിവൈഡഡ് ബൈ ഒരു എസ് സ്ക്വയറിന് ഔട്ട്സൈഡ് എടുത്താൽ നമുക്ക് s മൈനസ് 2 എന്ന് കിട്ടും. 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു s മൈനസ് 2 എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മളിവിടെ ഇൻറ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ പറഞ്ഞു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ അറിയുമെങ്കിൽ അതിന് ഡിവൈഡഡ് ബൈ എസ് ചേരുന്നത്, അതായത് എഫ് ഓഫ് എസ് ബൈ എസ് എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, അതിന് ഇൻറ്റഗ്രൽ 0 to ∞ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് രണ്ട് ടേംസ് ആയിട്ട് കാണാം. അതായത് നമുക്ക് ഈ 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൾറെഡി അറിയാം. അപ്പോൾ അതിന് ഡിവൈഡഡ് ബൈ എസ് പിന്നെ ഒരു ഡിവൈഡഡ് ബൈ എസ് ചെയ്യുന്നതല്ലേ ഇത്. അതായത് നമുക്ക് അറിയുന്ന കാര്യം ഇതാണ്, എൽ ഇൻവേഴ്സ് ഓഫ് 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 എന്താണെന്നറിയാം. ഇതിനെ പിന്നെ ഒരു ഡിവൈഡഡ് ബൈ എസ് ചെയ്താൽ ഒരു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന് ആൻസർ കിട്ടും. അതിനെ എഗെയിൻ ഡിവൈഡഡ് ബൈ എസ് ചെയ്താൽ നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 4 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 നമുക്ക് അറിയുന്ന കാര്യമാണ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് 4 ഇൻറ്റു ഇ റേസ് ടു 2t. ഓക്കെ, ഇനി നമ്മളവിടെ ഒരു പ്രോപ്പർട്ടീസ് പറഞ്ഞ കൂട്ടത്തിൽ ഒരു നാലാമത്തെ പ്രോപ്പർട്ടി കണ്ടാണ് അതിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ നാലാമത്തെ പ്രോപ്പർട്ടി ഞാനൊന്ന് സ്റ്റേറ്റ് ചെയ്യാം എന്താണെന്ന്. ഇവിടെ എങ്ങനെയാണ് പറയുന്നത്, എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, ദെൻ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടി. അതായത് നമുക്ക് എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ അതിനെ ഡിവൈഡഡ് ബൈ എസ് ചെയ്യുന്നതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഈ ഒരു എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ഇൻറ്റഗ്രൽ 0 to t ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിനോട് ഈക്വലാണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയുന്ന റിസൾട്ടാണ്. നമ്മളിതെന്നാ അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഇതറിയാം. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത് എസ് സ്ക്വയർ ആണ്. സോ 2 വട്ടം നമ്മൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ 4 ഡിവൈഡഡ് ബൈ, ഇപ്പോൾ നമ്മൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം, എൽ ഇൻവേഴ്സ് ഓഫ് നമുക്ക് പറയുന്നത്
അതായത് നമുക്കിങ്ങനെയാണ് 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ആണ് നമ്മളെ കയ്യിലുള്ളത്, അത് നമുക്കറിയാം, ഇൻറ്റു 1/s ഇങ്ങനെയല്ലേ വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഇൻറ്റഗ്രൽ 0 ടു ടി എൽ ഇൻവേഴ്സ് ഓഫ്, അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി, സോറി സ്മോൾ എഫ് ഓഫ് ടീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി, അതായത് എൽ ഇൻവേഴ്സ് ഓഫ് 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ഡി ടി, which is equal to integral 0 to t 4 e raised to 2t dt, which is equal to നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 4 e raised to 2t ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ, 4 e raised to 2t ഡിവൈഡഡ് ബൈ 2 ടു ദ ഇൻറ്റഗ്രൽ 0 to t. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ 2 e raised to 2t മൈനസ് 1 ഇങ്ങനെ വരും. ദിസ് ഈക്വൽ ടു 2 e raised to 2t മൈനസ് 2. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് കിട്ടിയത്, ഒരു എസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ടിനെ എഗെയിൻ നമുക്ക് 1/s² അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് 4 ഡിവൈഡഡ് ബൈ s² ഇൻറ്റു എസ് മൈനസ് 2 ചെയ്യാൻ എന്ത് ചെയ്യണം, ഇതിന് ഒരു തവണ കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്, എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു എസ് മൈനസ് 2ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു തവണ കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടത് എന്താണ്, 2 e raised to 2t മൈനസ് 2 dt. ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു e raised to 2t ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 ഇൻറ്റു t ടു ദ ഇൻറ്റഗ്രൽ 0 ടു t. നമ്മളിവിടെ t അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് e raised to 2t മൈനസ് 2t മൈനസ്, പിന്നെ നമ്മളിവിടെ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 ഇപ്പം ഇവിടെ 1 വരും, അപ്പോൾ മൈനസ് 1. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ശരിക്കും ഈ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു മെത്തേഡും കൂടെ പരിചയപ്പെട്ടിരിക്കാന്നേ ഉള്ളൂ. കാരണം ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ചില ഫംഗ്ഷൻസ് ഒന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. 10th question, 1 ഡിവൈഡഡ് ബൈ s ഇൻറ്റു s² പ്ലസ് ω². ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഇവിടെ അറിയുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s² പ്ലസ് ω² ആണ്. പിന്നെ അതിനെ ഒരു s കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് അറിയുന്നത് വി നോ ദാറ്റ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് ω² ഈക്വൽ ടു എന്താണ്, സൈൻ ω t ഡിവൈഡഡ് ബൈ ഒമേഗയാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു s കൊണ്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു 1/s² പ്ലസ് ω² വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഇൻറ്റഗ്രൽ 0 ടു t സൈൻ ω t ഡിവൈഡഡ് ബൈ ω dt ചെയ്താൽ മതി. നമുക്കിവിടെ കിട്ടുന്ന ആൻസർ വിച്ച് ഈസ് ഈക്വൽ ടു 1/ω ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു t സൈൻ ω t dt. ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 സൈനിൻ്റെത് കോസ് 1/ω² ഇൻറ്റു കോസ് ω t മൈനസ് കോസ് ω t ഇത് ഇൻറ്റഗ്രൽ 0 ടു t. ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ 1/ω² ഇൻറ്റു ഇവിടെ നമുക്ക് കോസ് ω t മൈനസ് 1 എന്ന് കിട്ടും. കോസ് ω0 ദാറ്റ് ഈസ് കോസ് 0 ഈക്വൽ ടു 1. അപ്പോൾ നമുക്കിതിനെ 1/ω² ഇൻറ്റു 1 മൈനസ് കോസ് ω t എന്ന് എഴുതാം. ദിസ് ഇസ് ദ ആൻസർ. ഇനി നെക്സ്റ്റ് അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് 11th one, 1/s² ഇൻറ്റു s² പ്ലസ് ω². ഇതിപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം തന്നെയാണ്. അതിന് ഒരു തവണ കൂടെ എസിനെ കൊണ്ട് ചെയ്തതല്ലേ. അപ്പം ഞാൻ തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൻ്റെ ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാണ്. എക്സാമിന് ചോദിച്ചാൽ രണ്ടും എഴുതണം കേട്ടോ, 2 തവണയായിട്ട്. എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു s² പ്ലസ് ω² നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു. അതെന്താണ് നമ്മളിപ്പം കണ്ടുപിടിച്ച് വെച്ചത്, 1/ω², 1 മൈനസ് കോസ് ω t. ഓക്കെ,
അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു തവണ കൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിതിനെ L ഇൻവേഴ്സ് ഓഫ് 1/s² ഇൻറ്റു s² പ്ലസ് ഒമേഗ² ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1/ω² ഇൻറ്റു 1 മൈനസ് കോസ് ωt dt. ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1/ω² ഇൻറ്റു ഇൻറ്റഗ്രേഷൻ ഓഫ് 1 എന്ന് പറയുന്നത് 0 ടു ഇൻഫിനിറ്റി അല്ല 0 ടു t ആണ്. വൺ ബൈ ω² ഇൻറ്റു 1t മൈനസ് സൈൻ ωt ഡിവൈഡഡ് ബൈ ഒമേഗ ടു ദ ഇൻറ്റഗ്രൽ 0 ടു t. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് t അപ്ലൈ ചെയ്യുമ്പോൾ 1/ω² ലിമിറ്റ് കൊടുക്കാം. t മൈനസ് സൈൻ ωt ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ് 0 മൈനസ് 0, അതായത് 0 തന്നെയാണ് വരിക, കാര്യമൊന്നുമില്ല. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ 1/ω² ഇൻറ്റു t മൈനസ് സൈൻ ωt ഡിവൈഡഡ് ബൈ ഒമേഗ. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രേഷൻ്റെ ടൈപ്സ് ഓഫ് പ്രോബ്ലംസിലെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഒരു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചില പ്രത്യേക ഫംഗ്ഷൻസിൻ്റെ എന്താ വരാൻ നോക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. ഒന്നാമത്തത് ലോഗ് ഓഫ് എസ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബി. രണ്ടാമത്തത് കോട്ട് ഇൻവേഴ്സ് ഓഫ് എസ് ബൈ ടു. ആർക്ക് കോട്ട് ഓഫ് എസ് ബൈ ടു മീൻസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എസ് ബൈ ടു. ഓക്കെ, നമ്മളിങ്ങനെ പ്രത്യേകതരം ഫംഗ്ഷൻസിൻ്റെ എന്താ നോക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് പ്രോപ്പർട്ടീസ് എഴുതുന്നതിൽ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് L ഇൻവേഴ്സ് ഓഫ് ലോഗ് ഓഫ് എസ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു എഫ് ഓഫ് ടി ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് ടി എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ. ഇഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് L inverse of capital F of S, then നമ്മളൊരു ഡെറിവേറ്റീവിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു എഫ് ഓഫ് എസിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? L inverse of എഫ് ഡാഷ് ഓഫ് എസ് ഈക്വൽ ടു മൈനസ് ടി എഫ് ഓഫ് ടി. അതായത് നേരത്തെ അപ്ലൈ ചെയ്തതിൻ്റെ റിവേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രോപ്പർട്ടീസിൻ്റെ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണെങ്കിൽ ദെൻ എൽ ഇൻവേഴ്സ് ഓഫ് ഒരു ഡെറിവേറ്റീവിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡെറിവേറ്റീവിൻ്റെ സെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതായത് ഡെറിവേറ്റീവിൻ്റെ സെക്ഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഇവിടുത്തെ പ്രോബ്ലത്തിൽ ഈ ഒരു പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ലോഗ് ഓഫ് എസ് പ്ലസ് എ ഡിവൈഡഡ് ബൈ ലോഗ് ഓഫ് എസ് പ്ലസ് ബി. പക്ഷെ നമുക്കിതിന് പരിചയമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഡെറിവേറ്റീവിനെ നമുക്ക് പരിചയമുണ്ട്. ഇതിൻ്റെ ഡെറിവേറ്റീവിനെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. അതായത് ലോഗ് ഓഫ് എസ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബി ക്യാൻ ബി റിട്ടൺ ആസ് ലോഗ് ഓഫ് എസ് പ്ലസ് എ മൈനസ് ലോഗ് ഓഫ് എസ് പ്ലസ് ബി. ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ലോഗ് ഓഫ് എസ് പ്ലസ് എ മൈനസ് ലോഗ് ഓഫ് എസ് പ്ലസ് ബി എന്ന് എഴുതാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. എന്താണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്? 1/s പ്ലസ് എ 1/s പ്ലസ് ബി അല്ലേ. അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ശരിക്കും അറിയുന്ന റിസൾട്ട് ഒരു എഫ് ഓഫ് എസിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഓഫ് ടി ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എസിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആയിരിക്കും. അപ്പം നമുക്ക് ഈ മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഡാഷ് ഓഫ് എസ് ചെയ്താൽ മതിയല്ലോ. അപ്പം നമുക്കിവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മൈനസ് ടി എഫ് ഓഫ് ടി ആണ്. മൈനസ് ടി എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഡാഷ് ഓഫ് എസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഡാഷ് ഓഫ് എസ് മീൻസ് ഡി ബൈ ഡി എസ് ഓഫ്. നമുക്ക് ഈ ഒരു ഫംഗ്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് പകരം നമ്മൾ ഈ എക്സ്പ്രഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോഗ് ഓഫ് എസ് പ്ലസ് എ മൈനസ് ലോഗ് ഓഫ് എസ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു
നമുക്കറിയുന്ന കാര്യം എൽ ഇൻവേഴ്സ് ഓഫ് ലോഗ് ഓഫ് എസ് പ്ലസ് എയുടെ ഡെറിവേറ്റീവ് എന്താണ് 1/s+a മൈനസ് 1/s+b. അപ്പോൾ നമുക്ക് ഇതൊരു അറിയുന്ന ഫോമിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് നന്നായിട്ട് അറിയാം. എന്താണ് e⁻−at. വേണമെങ്കിൽ ഒന്ന് ലീനിയാരിറ്റിയും കൂടെ അപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പം എൽ ഇൻവേഴ്സ് ഓഫ് 1/s+a മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s+b. അപ്പോൾ ഇവിടെ നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് 1/s+a മീൻസ് e⁻−at അല്ല, മൈനസ് e⁻−bt. നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? ശരിക്കും നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഇതൊക്കെ ഒരു -t(f(t) ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതായത് നമുക്ക് -t(f(t) ഈക്വൽ ടു ദിസ് എക്സ്പ്രഷൻ എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? f(t) കണ്ടുപിടിക്കണം. ഇതിൽ ഈ എക്സ്പ്രഷൻ f(t) എന്താണെന്ന് എഴുതിയാൽ പോരെ? f(t) ഈക്വൽ ടു e⁻−at മൈനസ് e⁻−bt ഡിവൈഡഡ് ബൈ -t. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ഒരു ഡിവിഷൻ പോസിബിൾ ആണ്, കാരണം t എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? e⁻−bt മൈനസ് e⁻−at ഡിവൈഡഡ് ബൈ t. ദിസ് ഇസ് ദ ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം തന്നിരിക്കുന്നത് ആർക്ക് കോട്ട് s/2 ആണ്. ആർക്ക് കോട്ട് s/2 മീൻസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് s/2. ഓക്കെ, ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. പക്ഷെ നമുക്കറിയാം കോട്ട് ഇൻവേഴ്സിൻ്റെ ഒന്നും നമുക്ക് പരിചയമില്ല. പക്ഷേ കോട്ട് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് പരിചയമുണ്ട്. സോ ആ കേസിൽ നമ്മൾ എന്താ ചെയ്തത്? തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിലെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് f(t) ആണെങ്കിൽ നമുക്ക് എന്തറിയാം? -t(f(t) എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് f' ഓഫ് എസ് ആണെന്ന് നമുക്കറിയാം. ക്യാപിറ്റൽ F' ഓഫ് എസ്. അതായത് ഈ ഒരു എഫ് ഓഫ് എസിന്റെ ഡെറിവേറ്റീവ് f(t) ആണെങ്കിൽ f' ഓഫ് എസിന്റെ ഡെറിവേറ്റീവ് -t(f(t) ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഈ f' ഓഫ് എസിന്റെ ഡെറിവേറ്റീവ് ഫെമിലിയർ ആണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? -t × f(t) എന്ന് പറയുന്നത് f' ഓഫ് എസിന്റെ ഡെറിവേറ്റീവ് ആണെന്ന് പറയാലോ. അപ്പോൾ നമുക്കിവിടെ ചെയ്യുന്നത്, നമുക്ക് കോട്ടിൻ്റെ അറിയാം, കോട്ട് ഇൻവേഴ്സിൻ്റെ ഒന്നും നമുക്കറിയില്ല, പക്ഷെ അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ നമുക്കിവിടെ -t(f(t) ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. -t(f(t) എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് f' ഓഫ് എസ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ട് ഇൻവേഴ്സ് ഓഫ് s/2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ f' ഓഫ് എസ് കണ്ടുപിടിക്കാം. ഇതിൻ്റെ എൽ ഇൻവേഴ്സ് ഓഫ് d/ds ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് s/2. ഇവിടെ നമുക്കിത് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എൽ ഇൻവേഴ്സ് ഓഫ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. എന്താണ് ഡെറിവേറ്റീവ്? -1 ഡിവൈഡഡ് ബൈ s/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 1/2. ഓക്കെ, നമുക്കിതിനെ ഒന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു 1/2 ഔട്ട് സൈഡ് വന്നു. പിന്നെ ഒരു എൽ ഇൻവേഴ്സ് ഓഫ് ഒരു മൈനസിനെ ഔട്ട് സൈഡ് എടുത്തു. പിന്നെ ഇവിടെ നമുക്ക് LCM എടുക്കാം. അപ്പോൾ നമുക്കിവിടെ 4 ഡിവൈഡഡ് ബൈ s/2 ഇല്ല, പിന്നെ LCM എടുത്തു കഴിഞ്ഞാൽ s² പ്ലസ് 2². ഓക്കെ, ഇവിടെ നമുക്ക് ഈ 4ഉം കൂടെ ഔട്ട് സൈഡ് എടുത്ത് കട്ട് ചെയ്യാം. നമുക്ക് കിട്ടുന്നത് -2 എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 2². അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. -2 ഇൻറ്റു ഇതെന്താണ്? sin 2t ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ആൻസർ എന്ത് വരും? sin 2t എന്ന് വരും. അതായത് നമുക്ക് കിട്ടിയത് -t(f(t) എന്ന് പറയുന്നത് എന്താണ്? sin 2t ആണ്. അപ്പോൾ നമുക്ക് f(t) ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിന് f(t) ഈക്വൽ ടു sin 2t ഡിവൈഡഡ് ബൈ t. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് എൽ ഇൻവേഴ്സ് ഓഫ് ലോഗ് ഓഫ് 1 + ω² s² ഈക്വൽ ടു 2/t ഇൻറ്റു 1/1 - cos ωt. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇതാണെന്ന് പ്രൂവ് ചെയ്യണമെന്നാണ്. അപ്പം നമുക്കിവിടെ ലോഗിൻ്റെത് അറിയില്ല. അപ്പോൾ ലോഗിൻ്റെ അറിയില്ലെങ്കിൽ ലോഗിൻ്റെ ഡെറിവേറ്റീവിൻ്റെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഡെറിവേറ്റീവിൻ്റെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതിനുള്ള റിസൾട്ട് നമുക്കറിയാം. എന്തായിരുന്നു റിസൾട്ട്? ഇഫ് f(t) ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് f of s, then -t(f(t) ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് f' of s. അതായത് എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം f(t) ആണെങ്കിൽ f' ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം -t(f(t) ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എസ് ലോഗിൻ്റെ ആണ്. അപ്പോൾ ലോഗിൻ്റെ നമുക്ക് അറിയാത്ത കാരണം നമുക്ക് ഈ റിസൾട്ട് നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ലോഗ് ഓഫ് 1 + ω² s² ആണ്.
നമുക്കിതിനെ ഒന്ന് മാറ്റി എഴുതാം. കാരണം ലോഗിൻ്റെ ഫംഗ്ഷൻ വരുമ്പം ചിലപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവും. അതിനേക്കാളും നല്ലത് നമുക്ക് ഈ ഡെറിവേറ്റീവിനെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ലോഗിൻ്റെ റിസൾട്ട് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. അതായത് നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ എളുപ്പമുള്ള രീതിയിലാക്കി വെക്കാം. അങ്ങനെയാവുമ്പോൾ ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഇവിടെ s² പ്ലസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ s² എന്ന് എഴുതാമല്ലോ. ഇനി ലോഗിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യാം. നമുക്കിവിടെ ലോഗ് ഓഫ് s² പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ലോഗ് s² എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഇതിൽ ചെയ്യുന്നതിനേക്കാളും. ഓക്കെ, അപ്പം നമുക്കിവിടെ ഇത് നമുക്ക് ചെയ്യാം. നമ്മൾ എന്താ പറഞ്ഞത്, -t f(t) എന്ന് പറയുന്നതിൻ്റെ എന്താണ് L ഇൻവേഴ്സ് ഓഫ് f ഡാഷ് ഓഫ് s ആണ്. സോ ഇവിടെ നമുക്ക് L ഇൻവേഴ്സ് ഓഫ് d ബൈ ds ഓഫ് നമ്മളുടെ f ഡാഷ് ഓഫ് f ഓഫ് s d ബൈ ds ഓഫ് f ഓഫ് s എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് s² പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ലോഗ് s². ഓക്കെ, ക്യാൻ ബി റിട്ടൺ ലൈക്ക് L ഇൻവേഴ്സ് ഓഫ് d ബൈ ds ഓഫ് ലോഗ് ഓഫ് s² പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ s² പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു 2s. ലോഗിൻ്റെ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്തു. ഇവിടെ നമുക്ക് വരുന്നത് 1 ബൈ s² ഇൻറ്റു 2s. നമ്മളുടെ ആൻസർ എന്താ, L ഇൻവേഴ്സ് ഓഫ് ഇവിടെ നമുക്ക് 2s ഡിവൈഡഡ് ബൈ s² പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് 2 ബൈ s എന്ന് വരും. ഓക്കെ, നമുക്കിനി ഇതിനൊന്ന് ലീനിയാരിറ്റി അപ്ലൈ ചെയ്യാം. നമുക്ക് 2 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് s ഡിവൈഡഡ് ബൈ s² പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1 ബൈ s. സോ ഇത് നമുക്ക് അറിയുന്ന കേസസിലേക്ക് മാറി. അപ്പം നമുക്ക് ഇതെന്താ s² ഡിവൈഡഡ് ബൈ s² പ്ലസ് ഒമേഗ സ്ക്വയർ എന്താണ് 2 ഇൻറ്റു കോസ് ഒമേഗ ടി അല്ലേ, മൈനസ് 2 ഇൻറ്റു 1 ബൈ എസിൻ്റെ ഏതാണ് 1 ബൈ എസിൻ്റെത് 1 അല്ലേ, 1 അല്ലേ, 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു നമുക്കിവിടെ കിട്ടുന്ന കോസ് ഒമേഗ ടി മൈനസ് 1. ഓക്കെ, അതായത് നമുക്കിവിടെ എന്താ കിട്ടിയത്, -t f(t) ആണല്ലേ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, f(t) ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്താൽ മതി, 2 cos ഒമേഗ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ t. ദിസ് ഇസ് ദ ആൻസർ. നമുക്ക് L ഇൻവേഴ്സ് ഓഫ് f ഓഫ് s എന്ന് പറയുന്നത് f(t) ആണ്, which is equal to 2 cos ഒമേഗ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ t. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.